സ്കൂളുകൾ തുറക്കൂ, ജയിലുകൾ ക്ലോസ് ചെയ്യൂ എന്നാണ് പറയാറുള്ളത്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും നിരവധി പ്രിസണുകളെ, ജയിലുകളെ ക്ലോസ് ചെയ്യാൻ സഹായിക്കും. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്ത് കളയാൻ BJP രാജ്യമൊട്ടാകെ പരിശ്രമിക്കുകയാണ്. ജമ്മു കശ്മീരിൽ ശ്രീ വൈഷ്ണവ മെഡിക്കൽ കോളേജിൽ 42 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥികളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരുന്നു. അവർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ചവരാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ പാർട്ടി ആ ഘട്ടത്തിൽ ഇടപെടുന്നു. അവർ അവിടെ സമരം നടത്തുന്നു. 42 വിദ്യാർത്ഥികളും മുസ്ലിങ്ങളാകയാൽ ഈ കോളേജ് പ്രവർത്തിക്കാൻ പാടില്ല. ശ്രീ വൈഷ്ണവ ദേവി മെഡിക്കൽ കോളേജ് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല. അവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്നത് 42 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യണം എന്ന് വട്ടുപിടിച്ച സംഘപരിവാർ സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ആവശ്യമനുസരിച്ച് ആ സ്ഥാപനം പൂട്ടിയിരിക്കുകയാണ് അവിടെയുള്ള സർക്കാർ, BJP ഗവൺമെൻറ്. ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ, നിങ്ങൾ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർ ഏത് മതക്കാരനാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? MBBS പഠിച്ച് പുറത്തിറങ്ങുന്ന ഡോക്ടർ തൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ മതം നോക്കിയാണോ ചികിത്സിക്കാറുള്ളത്? മാനസിക രോഗികളായ ഇത്തരം ആളുകൾ വർഗീയത പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം ഇത്തരം പേക്കൂത്തുകൾ, ഇത്തരം തോന്നിവാസങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് കൃത്യമായ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടെയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്ലാനാണ് സംഘപരിവാർ സമരങ്ങളിലൂടെ നടപ്പാക്കുന്നത്. സംഘപരിവാർ ആവശ്യപ്പെടുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പൂട്ടാൻ വേണ്ടി ഒരു സംവിധാനം തയ്യാറാകുന്നുവെങ്കിൽ ഈ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണത്. സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷനാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വ്യക്തമായ പ്ലാനോടുകൂടി ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നു. കോടതികളില്ല, നിയമവ്യവസ്ഥകളില്ല, രാജ്യത്തെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന ഒന്നും അവർക്ക് ബാധകമല്ല. തെരുവിലെ ചട്ടമ്പികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറുകയാണ്. മറ്റൊരു സംഭവം മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ 3 മുസ്ലിം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ അവിടെയുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരൻ അവിടെ ഒരു സ്കൂൾ തുടങ്ങുന്നു. അദ്ദേഹം സ്കൂൾ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലവ് 20 ലക്ഷമാണ്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. LKG മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കാൻ സൗജന്യമായി ഒരുക്കുന്ന ഒരു മനുഷ്യനോട് മധ്യപ്രദേശിലെ സർക്കാർ എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് ഒരു സഹോദരൻ തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ഭൂമി വാങ്ങി അവിടെ സ്വന്തം ചിലവിൽ ഒരു സ്കൂൾ തുടങ്ങുന്നു. സ്കൂൾ തുടങ്ങിയപ്പോൾ അവിടെയുള്ള സംഘപരിവാർ പരാതി കൊടുക്കുന്നു. അത് മദ്രസയാണ് എന്ന് കേൾക്കേണ്ട താമസം ആ സ്കൂൾ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് മോദിയുടെ BJP സർക്കാർ. മധ്യപ്രദേശിലെ BJP സർക്കാർ എന്തുമാത്രം ഭീകരകൃത്യമാണ് ഈ കാട്ടാളന്മാർ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്നത്, ഈ സമൂഹത്തോട് ചെയ്യുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരാൾ സ്വമേധയാ തയ്യാറായി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പകരം 3 മുസ്ലിം കുടുംബങ്ങൾ മാത്രമുള്ള ഒരു വില്ലേജിൽ മദ്രസ തുടങ്ങുന്നു എന്ന വ്യാജ പ്രചരണത്തിൻ്റെ പേരിൽ സ്കൂൾ തകർത്തത് എന്തൊരു കാടത്തമാണ്. മധ്യപ്രദേശിലെ ദാബ ഗ്രാമത്തിലാണ് ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. 2000-ഓളം ആളുകൾ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ ആകെയുള്ളത് 3 മുസ്ലിം കുടുംബങ്ങളാണ്. അബ്ദുൽ നഈം എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ ആ ഗ്രാമത്തിൻ്റെ പിന്നാക്കാവസ്ഥ മാറ്റാൻ വേണ്ടി ഒരു സ്കൂൾ അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ആ സ്കൂളാണ് BJP നശിപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്നത് കടുത്ത അന്യായമാണ്. ഇത് ഫാഷിസമല്ലെങ്കിൽ പിന്നെ എന്താണ് ഫാഷിസം എന്ന് സംഘപരിവാർ മറുപടി പറയേണ്ടതുണ്ട്. വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.